ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ വേറെ സിനിമകൾ വന്നിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ആഹാ തമിഴ് വഴി റിലീസ് ചെയ്ത ഒരു ത്രില്ലർ മൂവിയാണ്, തമിഴ് ത്രില്ലർ മൂവിയാണ് പകലരിയ എന്ന് പറഞ്ഞ സിനിമ. ഇതിനു മുമ്പ് ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിരുന്നു. ആമസോൺ പ്രൈമിലല്ല, സിംപ്ലി സൗത്തിൽ ഓവർസീസ് പ്ലാറ്റ്ഫോമായ സിംപ്ലി സൗത്തിൽ ഈ സിനിമ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആഹാ തമിഴ് വഴി ഇന്ത്യയിൽ പുറത്ത് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പകലരിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. വെട്രി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ജിലേബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സോനാക്ഷി സിംഗ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കക്കുട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ C5 റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്. ഷോർട്ട് ടൈം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇമ്രാഷ്മിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആയിരുന്നു. ഈ സീരീസിന്റെ ഫസ്റ്റ് സീസണിന്റെ രണ്ടാമത്തെ പാർട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ശിവരാജ് കുമാറും പ്രഭുദേവയും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കന്നഡ മൂവിയാണ്. കരട്ടക ദമനക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കന്നഡ ഭാഷയിൽ മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ സിനിമയുടെ മറ്റ് ഡബ്ഡ് വേർഷനും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. ശിവരാജ് കുമാറും പ്രഭുദേവയും പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്തൊരു സീരീസ് ആണ്, ഒരു തെലുങ്ക് സീരീസ് ആണ്. അഗ്നിസാക്ഷി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസിന്റെ 4 എപ്പിസോഡുകൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് പിൽ എന്ന് പറഞ്ഞൊരു ഹിന്ദി സീരീസ് ആണ്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ്, ഈ ഒരു മെഡിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും ജിയോ സിനിമ വഴി ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മന്ദാകിനി എന്ന് പറഞ്ഞ മലയാള സിനിമയാണ്. അൽത്താഫ് സലീമും അതുപോലെ തന്നെ അനാർക്കലി മരക്കാരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. നല്ലൊരു സിനിമയാണ്, ഒരു കൊച്ചു സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമ. സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ മനോരമ മാക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് മഹാരാജ എന്ന സിനിമയാണ്, തമിഴ് സിനിമയാണ്. നമ്മുടെ വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഒരു ത്രില്ലർ മൂവിയാണ്, ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. തമിഴ് ഭാഷ കൂടാതെ ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ആഹാ തെലുങ്ക് വഴി റിലീസ് ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ്. ഹരോം ഹര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുന്ന പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ്, ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്. ആഹാ തെലുങ്കിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളും സീരീസുകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ, നമ്മുടെ ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. പിന്നെ നമ്മുടെ മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ജൂലൈ മാസം, അതായത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിൽ ഈ മാസം അവസാനത്തോടു കൂടി തന്നെ റിലീസ് ചെയ്യുന്നതാണ്. കാരണം ഈ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ മനോരമ മാക്സിൽ ഇന്ന് റിലീസ് ചെയ്തു. അതിനുശേഷം മനോരമ മാക്സിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയവർ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. പവി കെയർടേക്കർ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ദിലീപേട്ടൻ്റെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇപ്പോൾ ഒരുപാട് സിനിമ ഇതിനു മുമ്പേ റിലീസ് ചെയ്ത തങ്കമണി, ബാന്ദ്ര ഈ സിനിമകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. പക്ഷേ അതൊന്നും ഇതുവരെ OTT റൈറ്റ്സ് ഇതുവരെ ആർക്കും വിറ്റ് പോയിട്ടില്ല. പവി കെയർടേക്കർ മനോരമ മാക്സ് എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് മനോരമ മാക്സ് വഴി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഈ ലിസ്റ്റിലേക്ക് സിനിമകളും സീരീസുകളും നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും